നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. 2006 പുറത്തിറങ്ങിയ ഷാജി കൈലാസ് ചിത്രമാണ് മോഹൻലാൽ നായകനായ ബാബ കല്യാണി. സിനിമയുടെ തിരക്കഥ രചിച്ചത് എൻ സ്വാമിയാണ്. സിനിമ ഇറങ്ങിയപ്പോൾ കഥയുടെ ലോജിക്കുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് ഷാജി കൈലാസിനും എൻ സ്വാമിക്കും മോഹൻലാലിനും നേരിടേണ്ടി വന്നത്. എന്നാൽ കാലത്തിന് മുന്നേ സഞ്ചരിച്ച കഥയായിരുന്നു എൻ സ്വാമിയുടെ തൂലികയിൽ പിറന്നതെന്നാണ് ഇപ്പോഴുള്ള സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈറ്റ് കോളർ തീവ്രവാദം ആദ്യമായി എടുത്തുകാട്ടിയ സിനിമയായിരുന്നു ബാബ കല്യാണി. 2 പതിറ്റാണ്ട് മുമ്പ് ഇറങ്ങിയ ചിത്രത്തിന്റെ കഥാപരിസരവുമായി ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് നിരവധി സാമ്യതകളാണ് ഉള്ളത്. ഇന്ദ്രജിത് സുകുമാരൻ അവതരിപ്പിച്ച സഹീർ അഹമ്മദ് ബാബു എന്ന കഥാപാത്രമായിരുന്നു സിനിമയിൽ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ജെന്റിൽമാൻ ലുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന കോളേജ് പ്രൊഫസറായിരുന്നു ബാബു. ഡൽഹി സ്ഫോടനത്തിന്റെ സൂത്രധാരനും ചാവേറും ഒരു ഡോക്ടർ ആയിരുന്നു എന്നത് മാത്രമാണ് ഏക വ്യത്യാസം. സിനിമയിൽ ബാബുവിന്റെ യഥാർത്ഥ മുഖം കുടുംബാംഗങ്ങൾക്കോ ഭാര്യയ്ക്കോ പോലും അറിയില്ല. ഏതാണ്ട് ഇതിന് സമാനമാണ് ഡൽഹി സ്ഫോടന കേസ് പ്രതിയുടെയും. ഡോക്ടർ ഉമർ നബിയുടെ അടുത്ത ബന്ധുക്കളെല്ലാം അവിശ്വസനീയതയോടെയാണ് ഇയാളുടെ ഭീകര ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ അറിയുന്നത്. പഴയ കാറുകൾ സംഘടിപ്പിച്ച് അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് തിരക്കേറിയ ഇടങ്ങളിൽ സ്ഫോടനം നടത്തുകയായിരുന്നു സിനിമയിലെ തീവ്രവാദികളുടെയും പ്ലാൻ. സമാനമായ പദ്ധതികളാണ് ചെങ്കോട്ടയിലും ആസൂത്രണം ചെയ്തത്. ഭീകരവാദികൾ 32 കാറുകൾ തയ്യാറാക്കിയിരുന്നതായാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത്. സിനിമയിൽ തീർത്ഥാടന കേന്ദ്രമായ പഴനിയാണ് തീവ്രവാദികൾ കാർ ബോംബ് സ്ഫോടനത്തിനായി ലക്ഷ്യമിടുന്നത്. എന്നാൽ അയോധ്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ കാറുകളിൽ സ്ഫോടന വസ്തുക്കൾ നിറച്ച് വലിയ തോതിൽ തന്നെ ആക്രമണം നടത്താനായിരുന്നു ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം. ഇത്തരത്തിലാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. ബാബറി മസ്ജിദ് തകർത്തതിന്റെ വാർഷിക ദിനമായ ഡിസംബർ 6-ന് ആക്രമണത്തിന് പദ്ധതിയിട്ടതായാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ഇത്തരത്തിൽ നിരവധി സാമ്യതകളാണ് രാജ്യത്തെ നടുക്കിയ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സിനിമയ്ക്കുള്ളത്. ന്യൂസ് ഡെസ്ക്, തേർഡ് ഐ ന്യൂസ്.